ഹായ് ഗായ്സ്. അപ്പം നമ്മളിതേ ഇന്ന് മൽക്കനെ എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. മൽക്കനെ പ്ലേ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ചെറിയൊരു ഈവനിങ് വ്ളോഗൊക്കെ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയാലോ? ലെറ്റ്സ് ഗോ. അതല്ല എന്താ എങ്ങോട്ടാണ് ഇത്രയും ഒരുങ്ങി പിടിച്ച് എങ്ങോട്ടാ പോകുന്നത്? എന്ത് പറ്റി ഇന്ന് മൽക്കനെ എടുക്കാൻ വരാൻ? അവളുണ്ടെങ്കിൽ രാവിലെ നേരം അറിയില്ല. അവളെ കൂടെ കളിച്ചിരിക്കും. അത് ശരിയാ, അവള് ചെയ്യാനിട്ട് വീടൊരു സുഖമില്ല. പക്ഷെ സ്കൂളിൽ പോകേണ്ട ടൈമിൽ സ്കൂളിൽ പോണ്ടേ? നമുക്ക് വീട്ടിലേക്ക് പഠിപ്പിക്കാം. ഇതിനപ്പോ സ്കൂളിൽ പോയിട്ട് നീ ഇന്ന് കളർ ചെയ്തോ സ്കൂളില്? ടീച്ചർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിക്കണല്ലോ, നീ കളർ ചെയ്തോ? അത് നോക്ക, നീ ഏത് കളറാ ചെയ്തത്? ഏത് കളറാ ചെയ്തത്? വിച്ച് കളർ? ഓ ഗോഡ്, ഇത്രയും കളേഴ്സ് നീ ചെയ്തോ? അതല്ല മൽക്ക, ഇങ്ങോട്ട് നോക്ക്. അവരേഷ്, നീ ഫുഡൊക്കെ മുഴുവൻ കഴിച്ചോ? ലഞ്ച് കഴിച്ചോ? സ്നാക്സ് കഴിച്ചോ? ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. എന്നിട്ട് എന്തൊക്കെയാ ടീച്ചർ പറഞ്ഞു തന്നത്? വേറെ ബാഗ് ബാക്കിലുണ്ട്. നിനക്ക് ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ചത്? എന്തൊക്കെയാ പഠിപ്പിച്ചത്? അതൊക്കെയാണ് പഠിപ്പിച്ചത്. സ്കൂളിൽ ലവ് ലൈഫൊക്കെയാണോ പഠിപ്പിക്കണത്? ഇഷ്ടണ്ട സ്കൂളിൽ ഇങ്ങനെ പോയിരിക്കുന്നത്? ഇഷ്ടണ്ട മൽക്ക? സ്കൂളിൽ പോയിരിക്കുന്നത് ഇഷ്ടണ്ട? ചോദിക്കുന്നതിന് ആൻസർ ചെയ്യേ. ഇഷ്ടണ്ടോ? നോ. പിന്നെ നീ എന്തിനാ പോണത് സ്കൂൾക്ക്? അതല്ല, നിനക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടാ? ഇല്ല, ഒറ്റ ഫ്രണ്ട്സും ഇല്ല. നിനക്ക് ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിച്ചത്? ടീച്ചർ കാണുട്ടതൊക്കെ. ടീച്ചർ എന്താ പഠിപ്പിച്ചത്? ആക്ഷൻസ് ഒക്കെ കാണിച്ചോ? ഓക്കെ, എന്നാ ബ്രഷ് യുവർ ടീത്ത് പാടിക്ക. ടീച്ചർ എന്താ പഠിപ്പിച്ചത്? പിക്ക് ചെയ്യാൻ വന്നത് സ്കൂളിൽ നിന്ന് ആരാ വന്നത്? ഡാഡയാണോ? പിന്നെ ആരാ വന്നത്? ആടാ, നിനക്ക് മകറിന് ഇഷ്ടണ്ടാ? എത്ര ഇഷ്ടണ്ട്? എന്നാ മകറിന് അമ്മ കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്.
ഇതെന്താ മോളെ? സ്റ്റാറോ? ആരാ വരച്ചത്? ടീച്ചറോ? എന്തിനു വരച്ചെന്നതാ? നിന്നെ ഇഷ്ടായിട്ടോ? എന്തിനാ കരയുന്നത്? ഒന്നും വേണ്ട. എന്റെ കൈ കടിച്ചിട്ട് ഈ എന്തിനാ കരയണത്? എന്റെ കൈ ഈ അല്ലേ കടിച്ചത്, പിന്നെ എന്തിനാ ഈ കരയണത്? കൈ കടിച്ചത് അത്. അന്ന ഞാൻ തള്ളിയിടാൻ കാരണം എന്താ? ഈ എന്റെ കൈ കടിച്ചിട്ടല്ലേ? കൈ കടിച്ചിട്ടല്ലേ? അപ്പോൾ ഇതേ വീട്ടിലെത്തി. ഒരു വിധത്തിൽ ഞാൻ അവളെ കരച്ചിലൊക്കെ മാറ്റി ഫോണൊക്കെ കൊടുത്ത് അവൾക്ക് ഇതേ ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ്. അവൾ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ കൈയൊക്കെ കടിച്ചിട്ട് ഭയങ്കര ഫുൾ ഒരു വൃത്തിയിട്ടൊരു മൂഡിലായിരുന്നു. കാരണം എന്താ, ഐസ്ക്രീം മേടിച്ചു കൊടുക്കാത്തതിന്. ഇപ്പോൾ ഡെയിലി ഐസ്ക്രീം തിന്ന് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇന്ന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാത്തതിൻ്റെ വികൃതികളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. എന്താണ് എൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞാ? മകർ പോയതിന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പം എന്ത് കിട്ടി നിനക്ക്? ഐസ്ക്രീം. ഡെയിലി ഐസ്ക്രീം കഴിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മൽക്ക? ഈ മഴയത്ത് ആരെങ്കിലും ഡെയിലി ഐസ്ക്രീം കഴിക്കോ? നീ ഇന്നലെ ഐസ്ക്രീം കഴിച്ച്, മിനിയാന്ന് കഴിച്ച്. നീ ഇപ്പൊ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് ഈ ഐസ്ക്രീം കഴിക്കാനാണോ? അപ്പൊ നിനക്ക് സന്തോഷമായ? അർജന്റായിട്ട് പോയ ബ്രദറിനെ വിളിച്ച് വരുത്തിയിട്ട് ഐസ്ക്രീം റൗണ്ട് അടിക്കാൻ പോകണമെന്ന് വരുന്നു. ഫ്രണ്ട് ഉള്ളതുകൊണ്ട് റൗണ്ട് അടിക്കാൻ പോയില്ല. ആൾക്കാരെ കാണുമ്പോൾ പ്രശ്നം. പക്ഷെ വീട്ടിലെ വാശി എന്താണ്? ഇവിടെ നല്ല മഴയും ഒരാളിവിടെ ഈ മഴത്ത് ഐസ്ക്രീം കഴിക്കുന്നു. എൻ്റെ വൈബാണ് ആള്. പക്ഷെ എങ്കിലും നമ്മൾ കഴിക്കുന്ന പോലെ അല്ലല്ലോ കുട്ടികൾ കഴിക്കുമ്പോൾ. മഴ ഇഷ്ടമായ മക്കൂസിന്? എന്താ ഇഷ്ടമായത്? മഴ ഇഷ്ടമായ? എന്നാൽ അതുകൊണ്ട് ഇപ്പോൾ സൈക്കിൾ ഓടിക്കാനൊന്നും പറ്റില്ലല്ലേ മോളെ, മഴ ഉള്ളതുകൊണ്ട്? അല്ലെങ്കിൽ നമ്മൾ ഈ ടൈമിൽ കുറച്ച് സൈക്കിളൊക്കെ ഓടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അമ്മേൻ്റെ ചെടിയൊക്കെ നോക്കിയിട്ട് അല്ലേ? നമുക്ക് എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്തിനാണ് ഇത്ര നേരം ബഹളം ഉണ്ടാക്കിയത്? എന്തിനായിരുന്നു വാശി? എനിക്ക് ഉമ്മച്ചിന് ഇഷ്ടമുണ്ടോ? എത്ര ഇഷ്ടമുണ്ട്? 100 ഇഷ്ടമുണ്ട്. എന്നത്താ എന്നിട്ടാണോ ഇത്ര വഴക്കുണ്ടാക്കി മാനിട്ട്? അമ്മക്ക് വിഷമായില്ല, സങ്കടമായില്ല അമ്മക്ക്? എന്താ ചെയ്യാ? എന്ത് ചെയ്യാ മക്ക? അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ഈവനിങ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം.